ഗുഡ് Good ഈവനിങ്. evening. Good evening. ഓക്കെ. ആരും ഇവിടെ ഓണാക്കിയില്ല. ഇവിടെ നല്ല മഴ ഉണ്ട്. നിങ്ങൾക്ക് മഴ ഉണ്ടോ? മഴയില്ല. മഴയില്ല. ഇവിടെ നല്ല മഴ ഉണ്ട്. ഹലോ, അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ആ സുഖായിരിക്കുന്ന ഓ സുഖായിട്ടിരിക്കുന്നു. എല്ലാ ദ്വാരയിലും ഉൾപ്പെടുത്തു. ഓർമ്മ എപ്പോഴും ഓർമ്മ വേണം മനസ്സിനകത്ത്. ഒരുമിച്ചിരുന്നല്ലേ. അതെ അതെ, ഇടക്ക് വിളിക്കൊണ്ടു. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എന്നെ പരിചയപ്പെടുത്താം. എന്നെ അറിയുന്ന പരിചയമുള്ള ഒരുപാട് പേരുണ്ട്. പരിചയമില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി. എന്റെ പേര് ബിനീഷ. ബിനീഷാനീസ് കാലിക്കറ്റ് മൂഴിക്കലാണ് സ്വദേശം. EFT പ്രാക്ടീഷണർ, വിമൺ എംപവർമെന്റ് കോച്ച് ഫ്രം വിമണിഫസ്റ്റ് LLP. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ തിരക്കൊക്കെ കഴിഞ്ഞ് ഒഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് 7:30. അതുകൊണ്ടാണ് ഈ ഒരു ടൈം ചൂസ് ചെയ്തത് അല്ലെ? ബിസി ഒന്നും ഇല്ലല്ലോ ഇപ്പൊ? ഉണ്ടോ? ബിസി ഉണ്ടോ? ബിസി ഉണ്ടോ? തിരക്കില്ല വിചാരിക്കുന്ന. നിങ്ങൾ മാക്സിമം ആളുകളൊന്ന് ക്യാമറയിൽ വരാം. നമുക്കൊന്ന് ഇന്ററാക്ട് ചെയ്തിട്ട് പോവാം. മാക്സിമം ആള് ക്യാമറയിൽ വരുമോ? അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കണ്ട? ഓക്കെ, ഞാൻ പറയുമ്പോ മൈക്ക് ഓൺ ആക്കാം, അല്ലാത്ത സമയത്ത് മ്യൂട്ട് ആക്കാം. ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ ഓരോ കാര്യങ്ങൾ ചോദിക്കും. അപ്പോഴും നിങ്ങൾ മൈക്ക് ഓൺ ആക്കിയിട്ട് എനിക്ക് റിപ്ലൈ തരാം. നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലാരിഫൈ ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഓക്കെ, 28 മെമ്പേഴ്സ്. ഇനി മെമ്പേഴ്സ് വരും, നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് റെക്കോർഡ് ചെയ്യാം. റെക്കോർഡ് ചെയ്തത് നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇപ്പൊ സ്റ്റാർട്ടിങ്ങില് ഞാൻ എന്റെ പേര് പറഞ്ഞു, ഞാൻ എന്നെ പരിചയപ്പെടുത്തി. ഇതിലുള്ള ഇത്രയും മെമ്പേഴ്സിനെ ഇതിലിങ്ങനെ കാണുന്നുണ്ട് പേരുകള്. പക്ഷെ എനിക്ക് നിങ്ങളൊക്കെ പരിചയപ്പെടണം, അതായത് ഒന്നുകൂടെ നിങ്ങൾ അറിയണം എന്ന ആഗ്രഹമുണ്ട്. നമുക്ക് നോക്കാം സമയമുണ്ടോ എന്നുള്ളത്. എന്റെ ആ പോസ്റ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പോസ്റ്ററിൽ നിങ്ങൾ കണ്ടു എന്റെ പേര് ബിനീഷ അനീസ് എന്നും EFT പ്രാക്ടീഷണർ എന്നും എന്റെ കമ്പനിയുടെ പേരൊക്കെ. നിങ്ങൾ എവിടെയും എന്നെ കണ്ടാൽ അല്ലെങ്കിൽ എന്റെ പേര് കണ്ടാൽ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും അന്ന് സംസാരിച്ചിരുന്ന ആ മാം എന്നുള്ളത്. അതായത് ഞാൻ എന്നെ നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പരിചയപ്പെടുത്തി പേരൊക്കെ പറഞ്ഞിട്ട്. ഇതെന്തിനു വേണ്ടിയിട്ടാ? ഇതെന്തിനു വേണ്ടിയിട്ടാ? എന്തിനു വേണ്ടിയിട്ടാ ഞാൻ എന്റെ പേര് പറഞ്ഞ് നിങ്ങളെ പരിചയപ്പെടുത്തിയേ? ആരെങ്കിലും ഒന്ന് പറയൂ. അറിയാൻ വേണ്ടിട്ട്. എന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിട്ട് അല്ലെ? ആണോ? അതെ അതെ, തിരിച്ചറിയാൻ വേണ്ടിട്ടാണ്. ഇപ്പൊ നമ്മള് എന്റെ സ്ക്രീന് കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി. അതേപോലെ നമ്മളൊരു ഏതെങ്കിലും ഒരു ക്രൗഡിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ, ഇപ്പൊ ഒരു ഇന്റർവ്യൂ പാനലാണെന്ന് വിചാരിക്കും. നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ചെല്ലുന്ന സ്ഥലം, അല്ലെങ്കിൽ ഒരു കല്യാണ വീട്. മൈക്ക് എനിക്ക് മ്യൂട്ട് ആക്കാൻ പറ്റില്ല, നിങ്ങൾ തന്നെ മ്യൂട്ട് ആക്കണം. ഇപ്പൊ ഒരു കല്യാണം ഉള്ള ഒരു ക്രൗഡ് ആയിട്ടുള്ള സ്ഥലം, അതായത് അപരിചിതരായിട്ടുള്ള കുറച്ച് ആളുകൾ. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പം, ഒരു ക്രൗഡിൽ ചെല്ലുമ്പം ആദ്യം എന്താ ചെയ്യാ? ഞാൻ ഇടക്കിടക്ക് ചോദ്യം ചോദിക്കും, ഒന്ന് റിപ്ലൈ തരണേ, അപ്പോഴേ രസമുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യാ? ഒരു അറിയാത്ത ഒരു ക്രൗഡിന്റെ അടുത്ത് ചെല്ലുമ്പോ നമ്മൾ എന്താ ചെയ്യാ? അവരെ ഫേസ് എക്സ്പ്രഷൻ നോക്കും. പരിചയപ്പെടും, ചിരിക്കും. വാവ്, ഫർസീന, വെരി ഗുഡ്. ആദ്യം നമ്മൾ ചിരിക്കും. അതൊരു കമ്മ്യൂണിക്കേഷൻ ബോഡി ലാംഗ്വേജ് ആണ് അല്ലെ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, ഭയങ്കര മസിൽ പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ അതും ഒരു ലാംഗ്വേജ് ആണ്. നമ്മൾ ചിരിച്ചു കഴിഞ്ഞിട്ട് അവരോട് ഇടപഴകുന്നത് ഒരു ലാംഗ്വേജ് ആണ്. ചിരി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യാ ഫർസി? എന്റെ പേര് ഫർസീന, നിങ്ങളെ പേരെന്താ, എവിടെയാ എന്നൊക്കെ ചോദിക്കും.
ഓക്കെ. ഞാൻ എന്നെ അതായത് പരിചയപ്പെടുത്തി കൊടുക്കും. അതെ, വെരി ഗുഡ്. അതായത് നമ്മൾ ഇടപഴകാൻ വേണ്ടിയിട്ടാണ് പേര് ചോദിക്കുന്നത്, സ്ഥലം ചോദിക്കുന്നത്, ഒന്നുകൂടെ അവരെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെ? അറിയാൻ വേണ്ടിയിട്ട്, അതായത് കുറച്ചുകൂടെ ആളുകളെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ അവരോട് ചോദിക്കുകയാണ് ഹു ആർ യു എന്നാണ്. മൈക്ക് മ്യൂട്ടാക്കണേ മൈമുന മാം. നമ്മൾ അവരോട് ഈ ഇടപഴകുന്നതിന് നിങ്ങൾ ആരാ എന്ന് ചോദിക്കുന്നതിന് ഒരു ലാബിൽ ഇടുന്നതാണ് ഹു ആർ യു, നിങ്ങൾ ആരാണെന്നല്ലോ. ആബിദ മാം ഒന്ന് മൈക്ക് മ്യൂട്ടാക്കണം. ഹു ആർ യു, നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കും. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ആബിദ മാം ഒന്ന് ഇപ്പൊ കല്യാണം കഴിഞ്ഞ ഒരു പുതിയ കുട്ടിയാണെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴാണ് പേരും സ്ഥലമൊക്കെ ചോദിച്ചു. ഇന്റർവ്യൂ കഴിഞ്ഞ് പിന്നെയും വീണ്ടും നമ്മൾ അവരെ കാണേണ്ട ഒരു സാഹചര്യമാണ്. അതായത് ഒന്നുകൂടെ അവരായിട്ട് ഇന്ററാക്ട്. ഇപ്പൊ കല്യാണം കഴിഞ്ഞൊരു വ്യക്തി ആ വീട്ടിലേക്ക് വന്നപ്പോൾ നമ്മൾ അയൽവാസിയോ അല്ലെങ്കിൽ അടുത്ത ബന്ധു ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ദിവസം ആ കുട്ടിയോട് വീണ്ടും ചോദിക്കോ പേരെന്താണെന്ന്? ഇല്ല. പിന്നെ നമ്മൾ എന്താ ചോദിക്കാം? സുഖാണോ എന്ന് ചോദിക്കും. അതെ, ഹൗ ആർ യു ചോദിക്കും. എന്തൊക്കെയാ വിശേഷം, സുഖല്ലേ? ഈ ഒരു രണ്ടാമത്തെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് കൂടുതൽ 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 ആ ആളെ, ഇപ്പം ഓഫീസിലാണ് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഓഫീസിലാണ് കൊളീഗിനായിട്ട് നമുക്ക് ഇടപഴകണമെങ്കിൽ കൂടുതൽ ആ കൊളീഗിനായിട്ട് നമുക്കൊരു അടുപ്പുണ്ടായിരിക്കണം. പുതിയൊരു വ്യക്തി നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന, കല്യാണം കഴിഞ്ഞ് വന്നത് അല്ലെങ്കിൽ ഒരു അയൽവാസി പുതിയൊരു വ്യക്തിയെ ആദ്യം അവരോട് പേരും സ്ഥലമൊക്കെ ചോദിച്ചതിന് ശേഷം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതായത് രണ്ടാമത്തെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഹൗ ആർ യു, സുഖല്ലേ എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വീണ്ടും 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 റിപ്പീറ്റഡ്ലി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക. അത് എന്തിനാന്ന് വെച്ചാൽ കൂടുതൽ ആ ആളുകളായിട്ട് ലോകം, നമ്മൾ മനുഷ്യർ, ആളുകൾ കണക്റ്റഡ് ആണ്. ഇപ്പൊ ഒരു സ്കൂളിലോ ഓഫീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൊളീഗ്സിനെ എടുത്ത് നമുക്ക് കൂടുതൽ അവരായിട്ടൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനാണ് നമ്മൾ സുഖാണോ എന്ന് ചോദിക്കാം. അത് കുറച്ചുകൂടെ നല്ലോണം അടുപ്പായി കഴിയുമ്പം ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ചോദിക്കും, ഈ ഹൗ ആർ യു ചോദിക്കുന്നതിന്റെ മുമ്പ് തന്നെ നമ്മൾ അവരുടെ മുഖം കാണുമ്പം ആദ്യം നമ്മൾ ചിരിച്ചതുപോലെ നമ്മൾ അവരോട് ചോദിക്കുക, എനിക്കിന്ന് എന്തോ ഒരു അസ്വസ്ഥത ഉണ്ടല്ലോ, എന്റെ മുഖം പറയുന്നുണ്ടല്ലോ എന്ന് പറയും. അതായത് കൂടുതൽ അവരുമായി നമ്മൾ ഇടപഴകുമ്പോൾ അവരെ കുറിച്ച് അറിഞ്ഞ് അവർക്ക് സപ്പോർട്ട് ചെയ്ത് അവരെ ഇതാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നതാ. ഇത് ക്വയറ്റ് നാച്ചുറൽ ആണ്. കാരണം നമ്മൾ ലോകം, മനുഷ്യർ കണക്റ്റഡ് ആണ്. ഇപ്പൊ ഒരു ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഏതൊരു സ്ഥലത്താണെങ്കിലും നമുക്ക് ആളുകളായിട്ട് ഇടപഴകി ആളുകളായിട്ട് പരസ്പരം മനസ്സിലാക്കി അറിഞ്ഞ് തിരിച്ചറിഞ്ഞ് അവരോട് ഒരു കൂടുതൽ ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് നല്ല രീതിയിൽ പോവാൻ. ഇതിനാണ് നമ്മൾ അവരെ കുറിച്ചിട്ട് ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ലല്ലോ, ഇല്ല. ഓക്കെ. ഇപ്പം ഇത്രയും പറഞ്ഞത് മറ്റുള്ള ആളുകളെ കുറിച്ച് അറിയുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഓരോ വ്യക്തികളും, നമ്മൾ ഓരോ മനുഷ്യരും ജനിച്ചു കഴിഞ്ഞിട്ട് മരണം വരെ ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന ഒരു വ്യക്തിയുണ്ട്. അതാരാ? നമ്മൾ തന്നെ. നമ്മൾ തന്നെ. അടിപൊളി. നമ്മൾ തന്നെ. ഈ നമ്മളോട് നിങ്ങളൊക്കെ കണ്ണാടിയിലൊക്കെ ഉണ്ടോ? ഉണ്ട്. നിങ്ങൾ കണ്ണാടിയിൽ നോക്കിയിട്ട് കണ്ണാടിന്റെ മുമ്പിൽ നിന്നിട്ട്, അതായത് ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന നമ്മൾ കണ്ണാടിയിലാണെങ്കിലും അതൊരു വേറെ ഒരു എക്സ്ട്രാ ഒരു രണ്ടാമത്തെ പേഴ്സൺ ആണെന്ന് വിചാരിക്കും. ഈ വ്യക്തിനോട് എന്താ പേര് എന്ന് ചോദിക്കോ കണ്ണാടിയിൽ വെച്ചിട്ട്? അതായത് ഹു ആർ യു എന്ന് ചോദിക്കോ? ഇല്ല. ഇല്ല. എന്താ ചോദിക്കാം? അറിയാം, നമ്മളെ അറിയാം. അറിയാം. ഫർസിനെ അറിയാം ഡീപ്പ് ലെവലില്? അറിയാം. മെന്ററിംഗ് പഠിക്കുന്നുണ്ട് മാം. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പൊ ബാക്കിയുള്ള ആളുകള് കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മള് നീ ആരാണ് എന്ന് നമ്മൾ ചോദിക്കില്ല. പക്ഷേ നമ്മൾ ചോദിക്കണം എന്ത് എന്നറിയോ? ഹു ആം ഐ, ഞാൻ ആരാണ് എന്ന് ഇന്നു മുതൽ നിങ്ങൾ ചോദിച്ചിരിക്കണം. നിങ്ങൾ ചോദിച്ചിട്ടില്ല എങ്കിൽ, ചോദിക്കാത്ത ആളുകളാണ് എങ്കിൽ
കാരണം മറ്റുള്ള ആളുകളെ ഇടപഴകണം, അവരായിട്ട് കൂടുതൽ ബോണ്ട് ക്രിയേറ്റ് ചെയ്യണം, ഓഫീസിൽ സക്സസ് ആവണം, കുടുംബത്തിൽ സക്സസ് ആവണം, സൊസൈറ്റിയിൽ നല്ല രീതിയിൽ പേര് കേൾക്കണം. ഇതിനു വേണ്ടിയിട്ട് മറ്റുള്ള ആളുകളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ്ലി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ചോദ്യമാണ് ഹു ആം ഐ, ഞാൻ ആരാണെന്ന്. ഇത് ദിവസവും നമ്മൾ ചോദിച്ചിരിക്കണം. ഇന്നു മുതൽ ചോദിക്കാത്ത ആളുകൾ, ഫർജി ചോദിക്കുന്നുണ്ട് എന്നാണ് ഫർജി എൻ്റെ അടുത്ത് പറഞ്ഞത്, ബാക്കിയുള്ള ആളുകൾ തീർച്ചയായിട്ടും ചോദിക്കാം. ചോദിക്കോ ബാക്കിയുള്ളവര്? ഓക്കെ, ചോദിക്കാം. രണ്ടാമത് ഞാൻ ആരാണ് എന്ന് ഉള്ളതുപോലെ തന്നെ ഹൗ ആം ഐ, ഞാനിപ്പോ എങ്ങനെയാണ്, കണ്ണാടിയിൽ നോക്കിയിട്ട് സുഖാണോ എന്നും നമ്മൾ ചോദിക്കണം. ഇപ്പം ഒരു ഓഫീസിൽ ചെന്നിട്ട് അല്ലെങ്കിൽ വേറെ ആളുകളോട് സ്വാഭാവികമായിട്ട് ഇപ്പൊ ഫർജിനോട് തന്നെ ഞാൻ ചോദിക്കാം എന്താ ഫർജി സുഖല്ലേ എന്ന് ചോദിച്ചാൽ ഫർജി പറയും ആ മാം അടിപൊളിയ സുഖാണ് എന്ന് പറയും. പക്ഷെ ഫർജിയുടെ ഉള്ളില് പലതും ഫർജി ഹൈഡ് ചെയ്തിട്ട് ഫർജിക്ക് മുഖം മൂടി വെച്ചിട്ട് സുഖാണ് എന്ന് നമുക്ക് പറയാം. ഏതൊരു വ്യക്തിയോടും നമ്മൾ ചോദിക്കുക സുഖാണോ, അവര് പറയുന്നത് സുഖമാണ് എന്ന് നമ്മളോട് പറയുന്നുണ്ട് എങ്കിലും നമുക്ക് 100% ഉറപ്പില്ല. അവര് നമുക്ക് പല കാര്യങ്ങളെയും ഹൈഡ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, അതായത് പുറമെ നമുക്ക് കാണിക്കാം. ഒട്ടുമിക്ക ആളുകളും നമ്മുടെ അസ്വസ്ഥതകളെ, പോരായ്മകളെ പുറം ലോകത്തെ കാണിക്കാൻ ഇഷ്ടപ്പെടില്ല. അതും സ്വാഭാവികമാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് ഹു ആം ഐ എന്ന് ചോദിക്കുന്നത് പോലെ ഹൗ ആം ഐ എന്ന് കണ്ണാടിനോട് ചോദിച്ചിട്ട്, ഇപ്പം വേറൊരു വ്യക്തിനോട് സുഖാണ്, കുഴപ്പമില്ല, അടിപൊളിയാണെന്ന് പറയുന്നത് പോലെ കണ്ണാടിനോട് അടിപൊളിയാന്ന് പറഞ്ഞാല് കണ്ണാടിയിലുള്ള ആള് വന്നിട്ട് ഒരൊറ്റ അടി അങ്ങ് തരും, ഉറപ്പാ. കാരണം എന്താന്ന് വെച്ചാല് കണ്ണാടിയെ നമുക്ക് പറ്റിക്കാൻ പറ്റില്ല, നമ്മളെ നമുക്ക് പറ്റിക്കാൻ പറ്റില്ല. നമ്മുടെ ഒരുപാട് ഇമോഷൻസ് ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്, ലൈക്സ് ഉണ്ട്, ഡിസ്ലൈക്സ് ഉണ്ട്, ഡ്രീംസ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. ഇത് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് സങ്കടങ്ങളെ, അസ്വസ്ഥതകളെ അസ്വസ്ഥതകളെ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഐ ആം ഓക്കെ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ഇതുകൊണ്ടാണ് റിപ്പീറ്റഡ്ലി നീ ആരാണ്, നീ ആരാണ് എന്ന് നമ്മൾ ഡെയിലി നമ്മളോട് തന്നെ ചോദിക്കണം എന്ന് പറയുന്നത്. ആദ്യം ഹു ആർ യു, നീ ആരാണെന്ന് നമ്മൾ വേറൊരു വ്യക്തിനോട് ചോദിക്കുക. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിച്ചാല് ബിനീഷ അനീസ്, അനീസിന്റെ വൈഫ്, ഇന്ന ആളുടെ മകള് എന്ന് പറയും. പക്ഷെ ഹു ആം ഐ എന്നുള്ളതിന് നമുക്ക് വ്യക്തമായിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റില്ല. പറ്റുമോ വർഷിയെ? ഇല്ല, ഇല്ല, ഒരിക്കലും പറ്റില്ല. കാരണം ഇന്ന് ചിന്തിച്ച ഞാനല്ല നാളെ ചിന്തിക്കുക, ഇന്ന് ചിന്തിച്ച നിങ്ങളല്ല നാളെ നിങ്ങൾ ചിന്തിക്കുന്ന രീതി, നമ്മുടെ ലൈക്സ് വ്യത്യാസപ്പെടും. നമ്മളിങ്ങനെ പോകുന്നതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ അംബിഷൻസ്, ഗോളൊക്കെ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് വരും. നമ്മുടെ ഐഡന്റിറ്റി, പേര്, ലേബൽ, ആധാർ കാർഡിൽ ഉള്ളതുപോലെ കുടുംബം, ഫാമിലി, അതുപോലെയല്ല നമ്മൾ നമ്മളോട് ചോദിക്കുന്നത്. ഇത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ വ്യക്തമായിട്ട് ഞാൻ ആരാണ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഒരുപാട് നമ്മൾ ഈ ജീവിക്കുന്ന ഈ സൊസൈറ്റിയിൽ ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതായത് പ്രതികൂല സിറ്റുവേഷൻസിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നെഗറ്റീവ് സാഹചര്യങ്ങളെ നമുക്ക് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം പ്രപഞ്ചത്തിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമത്തിന്റെ കൂടെയൊക്കെ നമ്മൾ ജീവിച്ചു പോയേ പറ്റുള്ളൂ. പക്ഷെ ആ പ്രപഞ്ച നിയമത്തിന്റെ കൂടെ ഓരോ വ്യക്തിയും, ഓരോ മനുഷ്യനും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത്, പ്രതികൂല സാഹചര്യത്തെ ഹാൻഡിൽ ചെയ്ത് തരണം ചെയ്ത് മുന്നോട്ട് പോവാൻ കഴിയാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സ്വയം തിരിച്ചറിയേണ്ടതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. നമ്മൾ മറ്റുള്ളവരെ പഠിക്കാൻ നിൽക്കുകയാണ്, മറ്റുള്ളവരെ അറിയാൻ നിൽക്കുകയാണ്. കാരണം അവരോട് ഇടപഴകിയാലേ എനിക്ക് ആ ഓഫീസിൽ സ്ഥാനക്കയറ്റം കിട്ടുള്ളൂ, അവരോട് ഇടപഴകിയാലേ എനിക്ക് ആ കുടുംബത്തിന് നല്ല പേര് കിട്ടുള്ളൂ, അവരോട് ഇടപഴകിയാലേ സമൂഹത്തിൽ എനിക്ക് വലിയ സ്ഥാനം കിട്ടുള്ളൂ. വളരെ തെറ്റാണ്.
കാരണം സമൂഹത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും സൊസൈറ്റിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇടപഴകുന്നത് ഞാനാണ്. എന്റെ സ്ട്രെങ്ത്, എന്റെ വീക്ക്നെസ്, എന്റെ ലൈക്ക്, എന്റെ ഡിസ്ലൈക്ക് ഒക്കെ നമ്മൾ സ്വയം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഏത് സ്ഥലത്ത് എനിക്ക് നല്ല രീതിയിൽ പോവാൻ പറ്റും, എവിടെ എനിക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുകൊണ്ടാണ് ഹുവാമായി എന്ന് നിങ്ങൾ ഡെയിലി ചോദിക്കണം. ഹൗവാമായി അതും ചോദിക്കണം, നിനക്ക് സുഖല്ലേ എന്നുള്ളത്. മറ്റുള്ളവരോട് ചോദിക്കുന്നതിന് മുമ്പ് ഡെയിലി കണ്ണാടിന്റെ മുമ്പിൽ നിന്നിട്ട് ഒരു ദിവസം 3 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചോദിക്കണം. കാരണം മിറർ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഈ സ്വയം തിരിച്ചറിയുക എന്നുള്ള കാര്യം തന്നെ വലിയൊരു സംഭവമാണ്. അതിന്റെ കുറച്ച് ഭാഗങ്ങളെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ മിറർ പ്രാക്ടീസ് എന്ന് പറയുന്നതും വലിയ ഒരു ശാഖ തന്നെയാണ്. അത് ലൂയിസ് ഹേ, നിങ്ങൾക്കൊക്കെ അറിയാം, ബുക്കിലും ഇതിലൊക്കെ ഉണ്ട്. ലൂയിസ് ഹേ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ടെക്നിക്കാണ് മിറർ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് തന്നെ വരാം. നമ്മൾ നമ്മെ തിരിച്ചറിയുന്നത് കൊണ്ടുള്ള ഗുണം, സ്വയം തിരിച്ചറിയുന്നത് കൊണ്ടുള്ള ഗുണം. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. എനിക്ക് അത് വേണം, എനിക്കിത് വേണം. പലതും നമുക്ക് എനിക്കത് കൊക്കിലൊതുങ്ങൂല, അതുകൊണ്ട് ഞാൻ അത് സ്വപ്നമേ കാണില്ല. കാരണം എനിക്കത് നേടാൻ പറ്റില്ല എന്ന് വിധി എഴുതി ആദ്യം തന്നെ പലതെയും, പല ഡ്രീമിനെയും പല ഗോളിനെയും അടിയറവ് വെക്കുക. നമുക്ക് നേടണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് എന്താണോ വിധിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ കപ്പാസിറ്റി, നമ്മുടെ സ്ട്രെങ്ത് നമുക്ക് നേടാൻ നമുക്ക് കഴിയും. നേടണമെങ്കിൽ നേടുന്നതിന് മുമ്പ് നാം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയണം. ഇപ്പം വലിയ ഒരു ജഗ്ഗില് 6 or 7 കപ്പ് കോഫി ഉണ്ട്, അല്ലെങ്കിൽ ജ്യൂസ് ഉണ്ട്. സൈഡില് എന്റെ ഇത് കപ്പിലേക്ക് പകരണമെങ്കിൽ, അതായത് ഈ ജഗ് എന്ന് പറയുന്നത് പ്രപഞ്ചമാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഉപമിക്കാം. സൈഡിലുള്ളത് കപ്പ്. ഈ കപ്പിൻ ചെറിയ കപ്പാണെങ്കിൽ ഈ ജഗ്ഗിൽ നിന്ന് കപ്പിന്റെ മെഷറിന്, അളവിനനുസരിച്ച് നമുക്ക് പകർന്നു കൊടുക്കാം. കപ്പ് വലുതാണെങ്കിൽ നമുക്ക് പകർന്നു കൊടുക്കാം. കപ്പ് ചെറുതാണെങ്കിൽ, അതായത് കപ്പിന്റെ ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമുക്ക് ജഗ്ഗിൽ നിന്ന് കപ്പിലേക്ക് പകരാൻ പറ്റുള്ളൂ. അപ്പൊ ഈ കപ്പിന്റെ സൈസ് നമുക്കറിയണം. ഈ കപ്പാണ് നാം മനുഷ്യർ ഓരോരുത്തരും. എന്ന് വെച്ചാൽ എന്റെ സൈസ് എന്താണ്, എന്റെ സ്ട്രെങ്ത് എന്താണ്, എന്റെ കപ്പാസിറ്റി എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കണം. മാത്രം പോരാ, എന്റെ കപ്പില് ഇപ്പൊ ചായ ആണെന്ന് ഉപമിക്കുക, അതിന്റെ അടിയിൽ ചായപ്പൊടിയാണെന്നുണ്ടെങ്കിൽ അത്രയും ചായപ്പൊടി അവിടെ തടഞ്ഞു നിന്നിട്ട് എനിക്ക് ചായയുടെ ക്വാണ്ടിറ്റി എനിക്ക് കുറഞ്ഞു. ഞാനത് ഫിൽട്ടർ ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചായപ്പൊടിയെ മാറ്റിയെടുത്തിട്ട് അത്രയും കൂടി എനിക്ക് ചായയെ കൊള്ളിക്കാം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? ഫിൽട്ടർ ചെയ്തിട്ട് ചായപ്പൊടിയെ എനിക്ക് ഒഴിവാക്കിയിട്ട് കപ്പിലേക്ക് ഒഴിക്കാമായിരുന്നു. എന്ന് പറയുന്നത് പോലെ എനിക്ക് വേണ്ടാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും. എനിക്ക് ആവശ്യമില്ലാതെ കടുംപിടുത്തം പിടിച്ചിട്ട് നമ്മളെ ഉള്ളിൽ നമ്മൾ ആവശ്യമില്ലാതെ കൊണ്ട് നടക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ഇതിനൊക്കെ ഒഴിവാക്കേണ്ട സമയത്ത് നമ്മൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിസർജ്യങ്ങളെ ഒഴിവാക്കുന്നത് പോലെ നമ്മുടെ മനസ്സിനകത്തും ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നതിലൂടെ, നമ്മുടെ സ്ട്രെങ്ത് മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് എന്ത് നേടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അത് നമുക്ക് നേടാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും പറ്റും. അതുകൊണ്ടാണ് സ്വയം തിരിച്ചറിയുന്നത് കൊണ്ടുള്ള ഗുണമെന്ന്. ഓക്കെ, ഹുവാമായി ഞാൻ ആരാണെന്ന്. ഞാൻ ആരാണ്, അല്ലെങ്കിൽ ഹുവാമായി നമ്മൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. ഒന്നുകൂടെ എൻ്റെ ഒരു സ്ലാങ്ങിൽ, എൻ്റെ ഒരു ഭാഷയിൽ ഞാൻ റിപ്പീറ്റഡ്ലി ഞാൻ ഷെയർ ചെയ്യാണ്. സെൽഫ് റിഫ്ലക്ഷൻ. ഗ്രീഡി ഡോഗിന്റെ ഒരു കഥ ഉണ്ട്, കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വിശന്ന് അലഞ്ഞ ആ നായ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു നടന്ന് ലാസ്റ്റ് ഒരു എല്ലും കഷ്ണം കിട്ടി. എല്ലും കഷ്ണം കിട്ടിയിട്ട് ഓടുന്ന വഴി പാലത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് നോക്കുമ്പം സ്വന്തം റിഫ്ലക്ഷൻ ആണ് അവിടെ കാണുന്നത്. അതായത് ഡോഗിനെ തന്നെയാണ് കാണുന്നത്. പക്ഷെ ഡോഗ് വിചാരിച്ചു അത് വേറൊരു ഡോഗാണ് എന്ന് വിചാരിച്ച് അതിന്റെ വായിലുള്ള ആ എല്ലും കൂടെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ബാർക്ക് ചെയ്യാൻ വായ തുറന്നു. വായനകത്തുള്ളതും കൂടെ പോയി അവിടെ എന്നാണ് കഥ. നിങ്ങൾക്ക് അറിയും എന്നാണ് എന്റെ പ്രതീക്ഷ. അതിനെ കുറിച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്ന് വെച്ചാല് അവിടെ വെള്ളത്തിലുള്ളത് ആ ഡോഗിന് അറിയില്ല.
അതായത് സെൽഫ് ആണെന്ന് അറിയില്ല. നമ്മള് എന്താണ് എന്ന്. അയ്യോ, ആരാണ് ഒച്ച ഉണ്ടാക്കുന്ന? ഒന്ന് മ്യൂട്ടാക്കണേ. ഓക്കെ, ആരാ ഒച്ച ഉണ്ടാക്കുന്ന? ഒന്ന് മ്യൂട്ടാക്കണേ. സെൽഫ് റിഫ്ലക്ഷൻ, അതായത് നമ്മൾ എന്താണ്, നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ ചോദിക്കും, നമ്മൾ വിചാരിക്കും എന്തിനായിരുന്നു ഇപ്പൊ ഞാൻ ദേഷ്യം പിടിച്ചത് എന്ന്. ദേഷ്യം പിടിക്കണം എന്ന് വിചാരിക്കാത്ത സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഒരു ആങ്കർ ഇമോഷൻ നമുക്ക് പുറത്തോട്ടേക്ക് വരും. അത് പുറത്തു വന്നതിന് ശേഷം, അതായത് ദേഷ്യപ്പെട്ടതിന് ശേഷം വീണ്ടും നമ്മൾ എന്താ ചെയ്യാ? സങ്കടം, കുറ്റബോധം, ഗിൽട്ടി. അതായത് കുട്ടികളെ വെറുതെ അടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് ചിലപ്പോൾ ഒച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മദറിനോട് പാരന്റ്സിനോടൊക്കെ ചിലപ്പം ആവശ്യമില്ലാത്ത രീതിയിൽ നമ്മുടെ ഇമോഷൻ നമ്മൾ പ്രകടിപ്പിച്ചിട്ടുണ്ടാവും. നമ്മളെ മനസ്സിലാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ബാലൻസ് ചെയ്ത് പോകുമ്പോൾ, അതായത് ദേഷ്യം ആവശ്യമില്ലാത്ത അതിനെ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് റിഫ്ലക്ട് ചെയ്യാം. ആ ഒരു സെക്കൻഡില് ഒരു പക്ഷേ ദേഷ്യം എന്നുള്ള വികാരം, നെഗറ്റീവ് വികാരം നമ്മൾ ഇല്ലെങ്കിൽ പോലും നമ്മൾ അത് പ്രകടിപ്പിക്കുകയാണ്. നമ്മൾ സ്വയം നമുക്കത് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട്. ഈ സമയം എനിക്ക് ഇങ്ങനെ ഒരു ഇമോഷൻ വരുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത നെഗറ്റീവ് ഇമോഷൻസ് നമ്മിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് നമുക്ക് പ്രതിഫലിപ്പിക്കാൻ കഴിയാതെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. ഈ സ്ഥലത്ത് പോവുകയാണെങ്കിൽ, ഈ കാര്യം കേൾക്കുകയാണെങ്കിൽ എനിക്ക് ദേഷ്യം വരും, അത് എന്തിനായിരിക്കും എനിക്ക് ദേഷ്യം വരുന്നത് എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് ആ ഇമോഷൻസിനെ, ആ ട്രോമയെ നമ്മൾ ഹീൽ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ ഒരു ബാലൻസിലേക്ക്, കോൺഷ്യസ്, ബോധപൂർവം ബോധത്തിലേക്ക്. മറ്റത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള കുറെ ബാഡ് എക്സ്പീരിയൻസിന്റെ സമയത്ത് പെട്ടെന്ന് റിഫ്ലക്ട് ചെയ്യുന്നതായിരിക്കണം. അതിനെ നമ്മൾ ഹാൻഡിൽ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ബോധപൂർവം നമുക്ക് ഹാൻഡിൽ ചെയ്തിട്ട് നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ കഴിയും. അതായത് നമുക്ക് നമ്മളെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ, നമ്മളായിരിക്കും പല സമയത്തും നമ്മളിൽ നിന്ന് പ്രതിഫലിക്കുക. കറക്റ്റ് ആയിട്ട് നമ്മളെ തിരിച്ചറിയുമ്പോൾ നമ്മളെ നമുക്ക് പ്രതിഫലിപ്പിക്കാൻ പറ്റും. നെക്സ്റ്റ്, സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ആണ്. മിക്ക ആളുകളും എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോരായ്മ നമ്മളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അതോടുകൂടി അടിയുറച്ച് അങ്ങോട്ട് പ്രതിപാദിക്കുകയാണ്, ഞാന് പോരാത്തതാണ്, അല്ലെങ്കിൽ എന്നെ ഒന്നിനും കൊള്ളാത്തതാണ് എന്ന്. സത്യം പറഞ്ഞാൽ ലോകം, പ്രപഞ്ചം എന്ന് പറയുന്നത് നന്മയും തിന്മയും, അതായത് ശരികളും തെറ്റുകളും, നെഗറ്റീവും പോസിറ്റീവും എല്ലാം കൂടെ ഉൾക്കൊണ്ടതാണ് ലോകം, പ്രപഞ്ചം, മനുഷ്യൻ എന്ന് പറയുന്നത്. തിന്മകൾ ഉള്ളത് കൊണ്ടാണ് നന്മയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. നന്മ മാത്രമുള്ളൂ എങ്കിൽ തിന്മയെ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ശരിയല്ല ഞാൻ പറഞ്ഞത്? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. അതെ. അതേപോലെ നമ്മൾ ഓരോ മനുഷ്യനും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഉള്ളവരാണ്. അതായത് നമുക്ക് സ്ട്രെങ്ത്തും ഉണ്ട്, നമുക്ക് വീക്ക്നെസ്സും ഉണ്ട്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ എനിക്ക് ഇന്ന പോരായ്മകൾ ഉണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ അസ്വസ്ഥതകളെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു കാണിക്കാന് നമുക്ക് കഴിയില്ല. നമ്മളത് ചെയ്യൂല. ഞാനിത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ വീക്ക്നെസ് തുറന്നു കാണിക്കണം എന്നല്ല ഉദ്ദേശിച്ചുകൊണ്ട് വരുന്നത്. നമ്മുടെ വീക്ക്നെസ്സിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് മിക്ക ആളുകളും എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ആ തെറ്റിനെയാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ്ലി നന്നാക്കാൻ നോക്കുക. എന്നിട്ട് ഇതിൽ ആരെങ്കിലും നന്നായിക്കുന്നോ? എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ സ്ട്രെങ്ത് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ആ കപ്പിന്റെ സൈസ് കറക്റ്റ് സ്ട്രെങ്ത് കണ്ടുപിടിച്ച് സ്ട്രെങ്ത്തിനെ നമ്മൾ മുന്നോട്ട്, അതായത് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുപോവാൻ ശ്രമിക്കുമ്പോഴാണ് വീക്ക്നെസ് നമ്മിൽ നിന്ന് മാഞ്ഞു പോവുക. അതായത് വീക്ക്നെസ് ഉണ്ട് എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഇവിടെ ഇത് രണ്ടും ബാലൻസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കണം. എന്റെ സ്ട്രെങ്ത് എന്താണെന്നും എന്റെ വീക്ക്നെസ് ഇന്ന വീക്ക്നെസ് ആണെന്നും. അപ്പൊ ആ വീക്ക്നെസ്സിനെ മറ്റുള്ളവരുടെ മുമ്പിൽ ആവശ്യമില്ലാതെ പ്രദർശിപ്പിക്കേണ്ടി വരില്ല. കാരണം ഇതെന്റെ വീക്ക്നെസ് ആണ്. അത് ഞാൻ അവരുടെ മുമ്പിൽ വെറുതെ ഇരുന്ന് കരയുന്ന, അല്ലെങ്കിൽ വെറുതെ ദേഷ്യം പിടിക്കുന്ന, വെറുതെ സങ്കടപ്പെടുന്നത് ഒരു പക്ഷേ നമ്മുടെ വീക്ക്നെസ് ആയിരിക്കും. ആ വീക്ക്നെസ്സിന്റെ ബാക്കിൽ ഒരു പക്ഷേ ട്രോമകൾ ഉണ്ടാവും. ആ വീക്ക്നെസ്സിനെ നന്നാക്കാൻ ശ്രമിച്ച് വീണ്ടും വീക്കായി പോവുകയുള്ളൂ. അറ്റ് ദ സെയിം ടൈം
സ്ട്രെങ്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മുടെ കറക്റ്റ് സ്ട്രെങ്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ സ്ട്രെങ്ത്തിനെ മോൾഡ് ചെയ്ത് വരുമ്പോൾ പവർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് പോലെ ഉള്ളതിന് നന്ദി പറയുമ്പോൾ ഇല്ലാത്തത് നമ്മിലേക്ക് വരും എന്ന് പറയുന്നത് പോലെ സ്ട്രെങ്ത് നമ്മൾ മോഡിഫൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വീക്ക് നമ്മളിൽ നിന്ന് പോകുന്നത് നമ്മൾ പോലും അറിയില്ല. പക്ഷേ ഇവിടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്താണ് എന്ന്, എന്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് മാത്രമേ സാധിക്കുള്ളൂ. നമുക്ക് ഓരോരുത്തർക്കേ സാധിക്കുള്ളൂ. ഒരു പക്ഷേ മറ്റുള്ളവർ പറയുമ്പോഴും നമുക്കത് വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്തതും നമ്മൾക്ക് നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമുക്ക് മനസ്സിലാവുന്നില്ല. അവര് വിമർശിക്കുന്നത്, അവര് കുറ്റപ്പെടുത്തുന്നത് ഒരു പക്ഷെ നല്ല രീതിയിൽ നമ്മളിൽ ചേഞ്ചസ് വരാനാണ് പറയുന്ന സാഹചര്യങ്ങളിൽ പോലും നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് ഞാൻ ആരാണെന്ന് എനിക്കറിയില്ല. എന്റെ കംപ്ലീറ്റ് സ്ട്രെങ്ത്തും വീക്ക്നെസ് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഒരു വീക്ക്നെസ് അവര് നമ്മളിൽ മാറ്റം വരാനാണ് അവർ പറയുന്നത് എങ്കിൽ അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക, ഓരിനോട് അങ്ങനെയാണ് പെരുമാറുന്നത്, ഓര് അങ്ങനെയാണ്, ഇതാണ് എന്ന് പറഞ്ഞാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് റിലേഷൻഷിപ്പില് വിള്ളലുകൾ വരും. നമ്മൾ മറ്റുള്ളവർ പഠിക്കുന്നതും ഓഫീസിൽ നല്ല രീതിയിൽ പോകുന്നതും കുടുംബത്തൊരു നല്ല രീതിയിൽ പോകുന്നതൊക്കെ എന്തിനാ? ബന്ധങ്ങൾ കൂട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഞാൻ ആരാണെന്നും എന്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും കണ്ടുപിടിക്കാതെ അവര് നമ്മളെ വിമർശിക്കുമ്പോൾ, ഓഫീസിലൊക്കെ ആണെങ്കിൽ തന്നെ വിമർശിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഓഫീസ് പോരാ, ബോസ് പോരാ, കൊളീഗ് പോരാ, എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ഒരു ഓഫീസിൽ നിന്ന് മാറി മറ്റുള്ള ഓഫീസിലേക്ക് ഓടി 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 ലാസ്റ്റ് വീക്ക് ആവുകയുള്ളൂ, അതായത് ക്ഷീണിക്കുകയുള്ളൂ. ആ ഒരു സാഹചര്യം, പ്രതികൂല സാഹചര്യത്തിൽ നിന്ന് ഞാൻ എന്താണ് കറക്റ്റ് ആയിട്ട് റിഫ്ലക്ട് ആവുന്നത് ഇപ്പം എന്നും നമ്മൾ റിയലൈസ് ചെയ്ത് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും കണ്ടുപിടിക്കുകയാണെങ്കിൽ, സ്ട്രെങ്ത്തിനെ പരിപോഷിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓഫീസിൽ നിന്ന് ഓഫീസിലേക്കോ, ബന്ധങ്ങളിൽ നിന്ന് ബന്ധങ്ങളിലേക്കോ, നാടിൽ നിന്ന് നാടിലേക്കോ നമുക്ക് ഓടേണ്ടി വരില്ല. നെക്സ്റ്റ്, മാനേജ് യുവർ ഇമോഷൻസ്. മാനേജ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ആവശ്യമില്ലാതെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സങ്കടം വരികയാണ്, ആവശ്യമില്ലാതെ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരികയാണ്, എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഇതൊക്കെയാണ്. അപ്പൊ പറയും, എന്തിനാ കുട്ടി നീ ഇങ്ങനെ വെറുതെ ദേഷ്യം പിടിക്കുന്നത്, അതിന്റെ ഒരു ആവശ്യമില്ല, നീ കൺട്രോൾ ചെയ്യും, നീ പിടിച്ചു വെക്കുക എന്ന് പറയും. പിടിച്ചു വെച്ച് ഭയങ്കരമായിട്ട് സൈലന്റ് ആയിട്ട് ആരോടൊന്നും മിണ്ടാതായത് സ്വയം ഉരുകി അങ്ങ് തീരും, നശിച്ചു പോവും. അങ്ങനെയല്ല. ഞാനിപ്പം എന്തിനാണ് എനിക്ക് സങ്കടം വരുന്നത്? ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കേൾക്കുമ്പോൾ, എന്തെങ്കിലും സാഹചര്യം കാണുമ്പോൾ, എന്തെങ്കിലും സംഭവത്തിൽ പോകുമ്പോൾ നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഒരു ബാങ്കില് അല്ലെങ്കിൽ ഒരു ഓഫീസിൽ, ഒരു ബാങ്കിന് എടുക്കാം. ബാങ്കിലെ മാനേജറിന്റെ പോസ്റ്റ് എന്താ? ഫെഡറൽ ബാങ്ക് എടുക്കാന്ന് വിചാരിക്കും. ഫെഡറൽ ബാങ്കില് ഒരു മാനേജറിന്റെ പോസ്റ്റ് എന്താ? ആ കംപ്ലീറ്റ് ബാങ്ക്, ആ ബ്രാഞ്ചിലെ കംപ്ലീറ്റ് സ്റ്റാഫിനെ, ബാങ്കിലെ അക്കൗണ്ടുകളെ, ക്ലയന്റുകളെ, ഇവരൊക്കെ മാനേജ് ചെയ്യുന്ന ഉത്തരവാദിത്തമാണ് മാനേജർ എന്ന് പറയുന്നത്. അത് ബാങ്ക്. ഇനിയിപ്പോ ഏതെങ്കിലും ഓഫീസ്, സ്കൂള്, അതായത് കംപ്ലീറ്റ് മാനേജ് ചെയ്യുന്ന പോസ്റ്റ് ആണ് മാനേജർ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ മനുഷ്യർ വികാര ജീവികളാണ്. മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന നമുക്ക് ഇമോഷൻസ്, വികാര ജീവികളാണ് നമ്മൾ. നമ്മുടെ ഈ വികാരം ആവശ്യമില്ലാത്ത സമയങ്ങളിൽ കടന്നുകയറ്റമാണ് നമുക്ക് പല റിലേഷൻഷിപ്പ് ഇഷ്യൂസും, നമ്മുടെ ഈ ഓവർ തോട്ട് കാരണം നമ്മുടെ ഫിസിക്കൽ ഇഷ്യൂസും ഒക്കെ വരുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ തോട്ടിനെ നമുക്ക് ബാലൻസ് ചെയ്ത് ചിന്തയെ ചിന്തിച്ച് നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ എങ്ങനെയെന്നറിയോ? ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മനസ്സിലാക്കാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ. നെക്സ്റ്റ്, കൺസിഡർ അതേഴ്സ് എന്ന് വെച്ചാൽ ലോകം മനുഷ്യരാണ്, മനുഷ്യർ പരസ്പരം കണക്റ്റഡ് ആണ്, ജനനിബിഡമാണ്. നമുക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും ഇവിടെ ജീവിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അതോടുകൂടെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. മറ്റുള്ള ആളുകളെ കൂടെ, അതായത് എമ്പതി, ആളുകൾ തമ്മിൽ ക്ലാഷ് ഉണ്ടാവുമ്പം അവരെ നമ്മളെ നേരത്തെ പറഞ്ഞതുപോലെ അവരെ നമ്മളെ വിമർശിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ നമ്മളെ പ്രശ്നം കൂടുതൽ വഷളാക്കാതെ അവരെന്തിനാണ് പറഞ്ഞത് എന്നും അവർക്കും എന്നെ പോലെ എൻ്റെ ഉള്ളിൽ നടക്കുന്ന കോൺഫ്ലിക്റ്റ് പോലെ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടോ എന്നും ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും
നല്ല രീതിയിൽ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ കുറിച്ചിട്ട് നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ, മറ്റുള്ളവരെ കുറിച്ച് പഠിച്ചിട്ടല്ല, നമ്മളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. ലാസ്റ്റ് സെയിം പറഞ്ഞ പോലെ ടേക്ക് ക്രിറ്റിസിസം, വിമർശനങ്ങളെ രണ്ട് കൈയും നീട്ടിയിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റും. അവര് നമ്മളെ കുറ്റപ്പെടുത്തുകയല്ല, നമ്മിൽ മെച്ചം വരുത്താനാണ് എന്ന് വിചാരിച്ച് എല്ലാം അങ്ങോട്ട് ഉൾക്കൊണ്ട് എല്ലാം തലയിൽ കയറ്റണം എന്നല്ല. അതൊരു മാനേജ് ഇമോഷൻസ് എന്ന് പറഞ്ഞ പോലെ നമ്മളെ കുറിച്ച് നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാവുകയാണെങ്കിൽ ആ ക്രിറ്റിസിസത്തെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. ഓരോ ക്രിറ്റിസിസവും നമ്മളിൽ മാറ്റം വരാൻ അല്ലെങ്കിൽ ഗ്രോത്ത് വരാനാണ് എന്നാണ്. ഓക്കെ, ഇത്രയും 5 പോയിന്റ്, ഒരുപാട് പോയിന്റുകൾ ഉണ്ട്. ഞാൻ ഈ ഒരു ചെറിയ ഷോർട്ട് ടൈമിൽ ചുരുക്കി നിങ്ങൾക്ക് വേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. 5 പോയിന്റ്: സെൽഫ് റിഫ്ലക്ഷൻ, സ്ട്രെങ്ത്, വീക്ക്നെസ്, മാനേജ് യുവർ ഇമോഷൻസ്, കൺസിഡർ അതേഴ്സ്, ടേക്ക് ക്രിറ്റിസിസം. ഓക്കെ, അടുത്തതിലേക്ക് പോട്ടെ. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ കണ്ണാടിയിൽ നോക്കിയിട്ട് എന്തൊക്കെയാണ് വിശേഷം, ആ സുഖാണ് എന്ന് പറഞ്ഞാല് മറ്റുള്ളവരെ പറ്റിക്കുന്നത് പോലെ നമുക്ക് നമ്മെ പറ്റിക്കാൻ പറ്റില്ല. അതായത് നമുക്ക് നമ്മളെ പറ്റിക്കാൻ പറ്റില്ല. സങ്കടം ഉണ്ടെങ്കിൽ കണ്ണാടിയിൽ നോക്കിയിട്ട് സങ്കടം ഇല്ലാട്ടോ എന്ന് പറഞ്ഞാൽ കണ്ണാടിയിലുള്ള നമ്മുടെ സോള്, ആത്മാവ് വിശ്വസിക്കൂല. ഇതേപോലെ നമ്മൾ നമ്മോട് തന്നെ കള്ളത്തരം പറയാണ്. അതായത് നമ്മൾ പല കാര്യങ്ങളും ഹൈഡ് ചെയ്തിട്ടാണ് മറ്റുള്ളവരുടെ മുമ്പിൽ സൊസൈറ്റിയോട് കോൺഷ്യസ്ലി അവയർനെസ്, ബോധപൂർവം ബോധത്തിലേക്ക് വരാന്ന് വെച്ചാല് നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ ഓക്കെയാണ് എന്നൊക്കെ പറയുന്നത്. അതായത് വെറുതെ വേണ്ടാതെ നമ്മളുടെ നെഗറ്റീവുകൾ കാണിക്കേണ്ട, നമ്മുടെ സങ്കടങ്ങൾ കാണിക്കേണ്ടവരോട് കാണിച്ചാൽ മതി എന്ന് പറയുന്നത് പോലെ. പക്ഷെ നമ്മളെ തന്നെ ചില സമയങ്ങളിൽ നമുക്ക് മനസ്സിലാവില്ല എന്താ ഇപ്പൊ എൻ്റെ ഉള്ളിൽ നടക്കുന്ന കോൺഫ്ലിക്റ്റുകൾ. അതായത് എനിക്ക് അറിയുന്നില്ല എന്തൊക്കെയോ എൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്നു എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ പറയുന്ന കുറച്ച് സൈനുകൾ, അതായത് കുറച്ച് അടയാളങ്ങൾ, നിങ്ങൾ നിങ്ങളോട് തന്നെ കള്ളത്തരം പറയാണ് അല്ലെങ്കിൽ ലൈങ് യുവർ സെൽഫ്, നിങ്ങൾ നിങ്ങളെ തന്നെ പറ്റിക്കുകയാണ് എന്നുള്ളതിന്റെ കുറച്ച് സൈനുകളാണ്. ടെൻ ടു കോപ്പി അതേഴ്സ്. അത് നമുക്ക് മറ്റുള്ളവരെ കോപ്പി ചെയ്യാനുള്ള ഒരു ടെംപ്ടേഷൻസ് എന്ന് വെച്ചാൽ എൻ്റെ ഫാമിലി ലൈഫ് നല്ല രീതിയിൽ ആയിരിക്കണം. എല്ലാവർക്കും ആഗ്രഹമാണ് നമ്മുടെ ഫാമിലി ലൈഫ് നല്ല രീതിയിലായിരിക്കണം, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, മക്കള്, ഫാമിലി കംപ്ലീറ്റ് നല്ല രീതിയിലായിരിക്കണം എന്ന്. അപ്പം വേറെ ഏതെങ്കിലും ഒരു ഹാപ്പി ഫാമിലിനെ അല്ലെങ്കിൽ നൈബേഴ്സിനെ, കുടുംബത്തിലെ കാണുമ്പോൾ അവരുടേത് കോപ്പി ചെയ്യാന് അതായത് നമുക്ക് സക്സസ് ആവണം, നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കണം, അവരെ കോപ്പി ചെയ്യാനുള്ള ഒരു ടെംപ്ടേഷൻ. പക്ഷെ അവിടെ എത്ര തന്നെ ചെയ്താലും, എത്ര തന്നെ കോപ്പി അടിച്ചാലും വിജയിക്കാത്ത ഒരേ ഒരു ക്വസ്റ്റ്യൻ പേപ്പറേ ഉള്ളൂ നമ്മുടെ ജീവിതം. ഏതൊരു എക്സാമിനാണെന്നുണ്ടെങ്കിലും കോപ്പി അടിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. പക്ഷേ മറ്റുള്ളവരെ കോപ്പി അടിച്ചാല് 100-ൽ 100 മാർക്ക്, അതായത് കംപ്ലീറ്റ് ശരി എന്ന് പറഞ്ഞിട്ട് ആരും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് മറ്റുള്ളവരെ, നമ്മളെ സ്വയം തിരിച്ചറിയാൻ കഴിയാതെ നമുക്ക് മറ്റുള്ളവരെ കോപ്പി അടിക്കാൻ, നമ്മളെ ആ ഒരു ഇതിലേക്ക് നമുക്ക് വരാൻ കഴിയില്ല. മറ്റുള്ളവരെ കോപ്പി അടിക്കാനുള്ള ഒരു ടെംപ്ടേഷൻ, അതൊരു ടെൻഡൻസി നമ്മളിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓ, മൈക്ക് മ്യൂട്ട് ആക്കണേ. ഓക്കെ, യു ആർ എ പീപ്പിൾ പ്ലീസർ. അതായത് നമുക്ക് അവരെന്നെ വാവ് പറയണം, അവരെന്നെ നീ കൊള്ളാന്ന് പറയണം, അല്ലെങ്കിൽ നീ ഭയങ്കര സംഭവാന്ന് പറയണം. മറ്റുള്ളവര് നമ്മളെ കുറിച്ച് നല്ലത് പറയാൻ വേണ്ടിയിട്ട് നമ്മളല്ലാണ്ട് മാറിക്കൊണ്ടിരിക്കുക. നമ്മളല്ലാണ്ട് മാറിക്കൊണ്ടിരിക്കുക. അവരെന്ത് പറയണം, അവര് വാവ് പറയണം എന്നല്ല, കണ്ണാടിയിൽ നോക്കിയിട്ട് നമുക്ക് നമ്മളോട് പറയാൻ കഴിയണം, വാവ് യു ആർ ഗ്രേറ്റ് എന്ന്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാറുന്നതിനനുസരിച്ച് ഈ സ്റ്റിക്ക് ഇതാക്കുന്ന പോലെ പൊട്ടിപ്പോവുകയുള്ളൂ. നമ്മൾ വേണ്ടത് ഫ്ലെക്സിബിൾ ആയിരിക്കുക വേണ്ടത്. മറ്റുള്ളവർ വാവ് പറയും, കുറെ കഴിയുമ്പം നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നമുക്ക് വാല്യൂ കൊടുക്കുമ്പോൾ, നമുക്കൊരു റെസ്പെക്ട് കൊടുക്കുമ്പോൾ,
നമ്മൾ മറ്റുള്ളവരുടെ പ്ലീസിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാണ്ടിരിക്കുക. നമ്മളത് ആവും എന്നാണ് നമ്മൾ കള്ളത്തരം പറയുന്നത്, അതായത് അതിന്റെ അടയാളം എന്ന് പറയുന്നത്. യു ലെറ്റ് യുവർ സെൽഫ് ബി ഡിഫൈൻഡ് ബൈ ഹൗ അതേഴ്സ് സീ യു. സെയിം തന്നെ. അതായത് മറ്റുള്ളവര് നമ്മളെ കുറിച്ചിട്ട് ഒരു ഡെഫിനിഷൻ നമ്മളെ കുറിച്ചിട്ട് കാണുമ്പം മറ്റുള്ളവര് നമ്മളെ ഇതാവാൻ വേണ്ടിയിട്ട് ഡ്രസ്സിങ് ആണെന്നുണ്ടെങ്കിലും പുറത്തു പോവുകയാണെന്നുണ്ടെങ്കിലും വീട്ടിലാരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവര് നമ്മളെ കുറിച്ച് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നമ്മളല്ലാണ്ട് മാറുക എന്ന സെയിം പോയിന്റ് തന്നെ. അട്രാക്ട് ഡ്രാമ ഇൻ ടു യുവർ ലൈഫ്. നമ്മൾ ഡ്രമാറ്റിക് പേഴ്സൺ ആയിക്കൊണ്ടേയിരിക്കും. നമ്മളെ ജീവിതത്തില് സെൽഫ് നമ്മളെ ലൈഫില് ഡ്രാമ ആടിക്കൊണ്ടേയിരിക്കും. നമുക്ക് തന്നെ അറിയില്ല നമ്മൾ എന്താണ്, നമ്മൾ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പൊ നമ്മളെ സ്വയം തിരിച്ചറിയാതെ നമ്മളിങ്ങനെ ഡ്രാമ ആടിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഫിലിം കണ്ടിട്ടോ അല്ലെങ്കിൽ സിനിമ കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ലൈഫ് കണ്ടിട്ടോ ഒക്കെ നമ്മളല്ലാതെ നമ്മള് കംപ്ലീറ്റ് മാറിയിട്ട് വേറൊരു വ്യക്തിയായിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ പെർഫോം ചെയ്തുകൊണ്ടേയിരിക്കും. യു ഗിവ് യുവർ പവർ ടു സംവൺ എൽസ് എന്ന് വെച്ചാല് എന്നെ കംപ്ലീറ്റ് നോക്കേണ്ട ഉത്തരവാദിത്വം എൻ്റെ ഹസ്ബൻഡിനാണ്, അല്ലെങ്കിൽ എൻ്റെ പാരൻസിനാണ്, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്കാണ്. നമ്മൾ ടി വി കാണുമ്പോൾ നമ്മളുടെ കയ്യിലാണ് റിമോട്ട് കൺട്രോൾ ഉള്ളത്. നമ്മൾ ഇങ്ങനെ ചാനൽ മാറ്റിക്കൊണ്ടിരിക്കും. അതായത് ടി വിയിൽ എന്തൊക്കെ വേണം എന്നുള്ളത് നമ്മൾ ഈ റിമോട്ട് കൺട്രോൾമ നെക്കിയിട്ടാണ് ചാനൽ ഇങ്ങനെ മാറി മാറി ന്യൂസോ സീരിയലോ ഫിലിമോ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അതേപോലെ ഒരു ഉപമയാണത്. നമ്മുടെ ജീവിതത്തിന്റെ ആ റിമോട്ട് കൺട്രോള് വേറെ ആളുടെ കയ്യിൽ കൊടുക്കുക. അത് നമുക്ക് നമ്മളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അറിയാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ ഡിപ്പെൻഡഡ് ആവുമ്പോൾ അവരുടെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അവരാണ് എനിക്കിത് ചെയ്തു തരാൻ, അവർക്കാണ് അധികാരം, അവരാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ കുറെ ആ ഒരു ടൈറ്റിൽ എടുത്തിട്ട് അതിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു സൈൻ എന്താണ്, നമ്മൾ കംപ്ലീറ്റ് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി, നമ്മളുടെ ഉത്തരവാദിത്തം നമുക്ക് മാത്രമാണ്. ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മളുടെ ഉള്ളില് ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പം ഒരു ഫിലിം അല്ലെങ്കിൽ ഇപ്പം നടക്കുന്ന സമൂഹത്തിൽ നടക്കുന്ന ഒരു ന്യൂസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ന്യൂസിനെ കുറിച്ചിട്ട് എല്ലാ വ്യക്തികളും ഒരുപോലെ ആയിരിക്കില്ല ചിന്തിക്കുക. എല്ലാവരും ഒരേ രീതിയിലായിരിക്കില്ല അതിനെ ഡിഫൈൻ ചെയ്യുക. വ്യത്യസ്ത രീതിയിലായിരിക്കും കാണാം. തീർച്ചയായിട്ടും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വേറൊരാളുടെ കയ്യിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്കത് ഫുൾഫിൽ ആവില്ല. കാരണം അവരെത്ര ചെയ്തു തന്നു കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിലാണ് ഈ ഫീലിങ്സും ഈ ചിന്തകളും. നമുക്ക് ഇന്ന തന്നെയാണെന്നുള്ളത് നമ്മളുടെ ഉള്ളിലാണുള്ളത്. അപ്പൊ നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് ഏൽപ്പിച്ചു കഴിഞ്ഞാല് അവരെത്ര ചെയ്തു കഴിഞ്ഞാലും അവരും കുഴങ്ങും, അവരും വീക്കായി ക്ഷീണിച്ചു പോകും, നമ്മളും സെൽഫായിട്ട് ക്ഷീണിച്ചു പോകും. കാരണം നമുക്ക് ഫുൾഫിൽ ആക്കാൻ കഴിയില്ല. നമ്മളുടെ ഒരു കാര്യം നമുക്ക് ഫുൾഫിൽ ആക്കാൻ കഴിയില്ല. ഇത് നമ്മളെ സ്ട്രെങ്ത് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. നമുക്കൊരു ആഗ്രഹമുണ്ട്, നമുക്കൊരു സ്വപ്നമുണ്ട്, നമുക്കൊരു ഗോൾ ഉണ്ട്, ഡ്രീം ഉണ്ട്. അത് നേടാൻ ഫുൾഫിൽ ആക്കാനുള്ള അധികാരവും അവകാശവും കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി നമുക്ക് മാത്രമാണ്. അപ്പം നിങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മാം എനിക്ക് ജോലിയില്ല, മാം ഞാനൊരു ഹൗസ് വൈഫാണ്, മാം എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല. സ്ത്രീകളെയാണ് കേട്ടോ പറയുന്നത്. എങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവുന്ന കുറെ കാര്യങ്ങൾ. ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള ഫാമിലിയെ ഒഴിവാക്കാനോ അല്ലെങ്കിൽ ഹസ്ബൻഡിനെ അനുസരിക്കാതിരിക്കാനോ പാരന്റ്സിനെ അനുസരിക്കാതിരിക്കാനോ വീട്ടിൽ നിന്ന് മാറി നിൽക്കാനോ എന്നൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫാമിലിയുടെ കൂടെ തന്നെ നിന്നിട്ട് നമ്മുടെ സ്ട്രെങ്ത്തും നമ്മളുടെ വീക്ക്നെസ്സും നമുക്ക് കണ്ടുപിടിക്കാം. സ്ട്രെങ്ത് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും റിമോട്ട് കൺട്രോൾ നമ്മുടെ കയ്യിലാണ്. നമുക്ക് ലൈഫ് നല്ല രീതിയിൽ പറഞ്ഞു വരുന്നത് ഇപ്പോ എനിക്ക് തിരിച്ചറിയാനുള്ള അവസ്ഥയെ കുറിച്ചാണല്ലോ. അതെ, ഞാൻ എന്തിലേക്കാണ് എത്തേണ്ടത് എന്നുള്ളതല്ലേ മാം പറഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും. അപ്പോ ഞാനില്ലേ മാം ഒരുപാട് മേഖലകൾ തിരഞ്ഞെടുത്തിട്ട്, പക്ഷെ ഇപ്പൊ ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ ടൈം വരാം. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ.
നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടു വെക്കും. യു പ്രൊക്രാസ്റ്റിനേറ്റ്. അതായത് ഇത് കഴിയട്ടെ, ഇത് കഴിയട്ടെ, ഇത് കഴിയട്ടെ, അല്ലെങ്കിൽ കുട്ടികളെ പഠിത്തം കഴിയട്ടെ, അല്ലെങ്കിൽ ഇത് കഴിയട്ടെ, അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും ഉണ്ടാവും അത് കഴിയട്ടെ. അതായത് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാന് നമ്മൾ ഒരുപാട് തടസ്സങ്ങൾ നമ്മൾ ബോധപൂർവം കണ്ടുകൊണ്ടേയിരിക്കും. നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല, നമുക്ക് കഴിയില്ല എന്ന് നമ്മൾ തോന്നുകയാണ്. നമുക്ക് പറ്റും. നമ്മളിങ്ങനെ ആവശ്യമില്ലാതെ ഇത്രയും പോയിന്റ് കേട്ട നിങ്ങൾക്ക് നിങ്ങളിൽ ഏതെങ്കിലും സിംറ്റംസ് ഉണ്ട് എങ്കിൽ ഉണ്ടാവാം, കുറച്ചാണോ കുറയാണോ നിങ്ങൾ തന്നെ സ്വയം അനലൈസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഉള്ളിലെ എന്താണെങ്കിലും നിങ്ങളുടെ ഉള്ളിലെ ശക്തി, അതായത് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നിങ്ങൾ കണ്ടുപിടിക്കൽ നിർബന്ധമാണ്. ഇതൊക്കെയാണ് നിങ്ങൾ നിങ്ങളോട് കള്ളത്തരം പറയുന്നു എന്നുള്ളതിന്റെ സൈനുകൾ. ഇനി നെക്സ്റ്റിലേക്ക് പോകുന്നു. യു ജസ്റ്റിഫൈ യുവർ ആക്ഷൻസ്. ഒരു പോയിന്റും കൂടി ഉണ്ട്. ജസ്റ്റിഫൈ യുവർ ആക്ഷൻസ്, അതായത് നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു പോരായ്മ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവുകൾ, എന്തെങ്കിലും ഒരു അബദ്ധം, തോൽവി എന്നാണ് പറയാം. അതിനെ നമ്മളിങ്ങനെ ആവശ്യമില്ലാതെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കും. തോൽവി ഉണ്ടായിരിക്കും. ഫെയിൽ, തോൽവിയുടെ ഇംഗ്ലീഷ് ഫെയിൽ ആണ്. FAIL. അതിന്റെ ഫുൾ ഫോം എന്താ? ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ്. കോണില്ലേ, കോണ്, കമ്പെന്ന് പറയും മലയാളത്തില്. ആ കോണിനെ പുഴുങ്ങുമ്പോഴാണ്, വേവിക്കുമ്പോഴാണ് അതൊന്നും കൂടെ ടേസ്റ്റ്. അല്ലെങ്കിൽ ചുട്ടെടുക്കുമ്പോഴാണ് അതിന് വില കൂടുതൽ. വെറും കോണിന് 5 രൂപയാണെങ്കിൽ ചുടുന്ന കരിഞ്ഞിട്ടുള്ള കോണിന് 25 രൂപയാണ്. അതായത് അത് ഒന്ന് വേദനിച്ച് അതൊന്ന് കരിഞ്ഞുമ്പോഴാണ് അതിന് വാല്യൂ കൂടുതൽ. നമുക്കുള്ള എന്തെങ്കിലും ഒരു തോൽവി, ഒരു പോരായ്മ നമ്മിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അച്ചീവ് ചെയ്യാനാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ സ്ട്രെങ്ത് കണ്ടുപിടിക്കാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം, തിരിച്ചറിയണം. ഓക്കെ, അടുത്തത് ഫർജിക്ക് ടൈം വരാട്ടോ. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത് ഫർജി പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മളെ കണ്ടെത്തുക, അതായത് നമ്മുടെ ഉള്ളിലോട്ടേക്ക് ആഴ്ന്നിറങ്ങി നമ്മളെ അനലൈസ് ചെയ്യാണ്. അതിന് കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ ലിസൺ ചെയ്യുക എന്നുള്ളതാണ്. ഇത് ചിലർക്ക് പെട്ടെന്ന് പറ്റുമായിരിക്കും, ചിലർക്ക് ഭയങ്കര കോംപ്ലിക്കേഷൻ ആണ്. അത് നമുക്ക് തന്നെ മനസ്സിലാവില്ല എന്തൊക്കെയാണ് ഇപ്പം എൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള നമുക്ക് തന്നെ പലപ്പോഴും അനലൈസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ ലിസൺ ചെയ്യാന്നാണ്. ലിസൺ എന്ന് പറഞ്ഞാൽ എന്താ? കേൾക്കുക എന്നാണ്. കുട്ടികളെ നമ്മൾ, കുഞ്ഞു കുട്ടികളെ നമ്മൾ കേൾക്കുന്നത് പോലെ നമ്മൾ കേൾക്കണം. അതിന് അടങ്ങിയിരുന്നിട്ട് നമുക്ക് വേണ്ടി നമ്മൾ ടൈം കൊടുക്കണം. പക്ഷെ അതിന് നമുക്ക് ടൈമില്ല, നമുക്ക് നമ്മളെ നോക്കാൻ ടൈമില്ല, വീട്ടിലെ കാര്യങ്ങളുണ്ട്, കുട്ടികളെ നോക്കാനുണ്ട്, അതാണ് ഇതാണ് നോക്കാൻ. എന്നിട്ട് സമാധാനം ഉണ്ടാവില്ല, എന്നും പ്രശ്നങ്ങളാണ്, ഒന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ് എന്ന് പറയാം. നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ കേൾക്കണം. 2, ബോഡി സെൻസേഷൻസ്, അതായത് ബോഡി പ്രതികരിക്കും. അപ്പം എനിക്ക് അവിടെ വേദനയാണ്, ഇവിടെ വേദനയാണ്, ബാക്ക് പെയിൻ ആണ്, മൈഗ്രെയിൻ ആണ്, തൈറോയിഡ് ആണ്, ഇതൊക്കെ ബോഡി പ്രതികരിക്കുക. യു ആർ നോട്ട് ഓക്കെ. നിന്റെ ഉള്ളിൽ എന്തൊക്കെയോ കോൺഫ്ലിക്റ്റുകൾ നടക്കുന്നുണ്ട്. നീ ഒന്ന് നിന്നിലേക്ക് വാ, സെൽഫ് അവയർനെസ്സിലേക്ക് വാ. ഓടും ഡോക്ടറെ അടുത്തേക്ക്, തൈറോയിഡിനും ഇതിനൊക്കെ ആയിട്ട്. സിംറ്റംസിന് ഡോക്ടേഴ്സ് ടാബ്ലറ്റ് തരും. അതിന് നമ്മൾ തൽക്കാലാശ്വാസം കാണും, പിന്നെ ടാബ്ലറ്റിന് അങ്ങോട്ട് അഡിക്റ്റഡ് ആവും. ആക്ച്വലി നമ്മൾ റിയലൈസ് ചെയ്യുകയാണെങ്കിൽ, നമ്മളെ കംപ്ലീറ്റ് നമ്മൾ ടോട്ടലി നമുക്ക് നമ്മുടെ ഇമോഷൻസ് നമ്മുടെ കൺട്രോളിലാവുകയാണെന്നുണ്ടെങ്കിൽ മെന്റലി, ഫിസിക്കലി, ഫിനാൻഷ്യലി, സ്പിരിച്വലി നമുക്ക് എന്താണോ നമ്മുടെ കപ്പിന്റെ സ്ട്രെങ്ത്, നമുക്ക് സമാധാനമായിട്ട് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോവാം. ഒരു ഡിപ്പെൻഡന്റിനും, അതായത് ഒരു മെഡിസിൻസിന്റെ നമുക്ക് ആവശ്യമില്ല. മെഡിറ്റേഷൻ അതിനൊരു ടിപ്സ് ആണ്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ട് മെഡിറ്റേഷൻസ്. ബ്രീത്ത് ഉണ്ട്, അഫർമേഷൻസ് ഉണ്ട്, ആൽഫ മോഡ് ഉണ്ട്. കംപ്ലീറ്റ് ഒരു അരമണിക്കൂർ ഒരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ നമ്മളെ ഉള്ളിലേക്ക് മാത്രം നമുക്ക് പോവാൻ കഴിയണമെങ്കിൽ നമ്മളെ അവയർനെസ് ഏകദേശം ക്ലീൻ ആണ്, ക്ലിയർ ആണ് എന്നാണ് പറയാം. പക്ഷെ 2 മിനിറ്റ് കഴിഞ്ഞാൽ കുറേ ചിന്തകളായിരിക്കും നമുക്ക് വരിക. അത് കാര്യം ചെയ്യാണ്ട് ഇത് കാര്യം ചെയ്യാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ക്ഷീണാണ്, കോട്ടുവാ വരും, അല്ലെങ്കിൽ ഉറക്കം വരും, ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ ഒരു പ്രാക്ടീസിലൂടെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ.
ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ഒന്ന് മൈക്ക് മ്യൂട്ട് ആക്കണേ. ഇന്ന് ഇയാള് എത്ര നേരം അടുത്ത് 1 മണിക്ക് അവിടെ ഓക്കെ. ഗ്രാറ്റിറ്റ്യൂഡ് ജേണല് ആ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പാറ്റേണിലൂടെ എഴുതണം. എഴുതിയത് തന്നെ എഴുതിക്കൊണ്ടിരിക്കുകയല്ല. ഒരു ടേം കഴിഞ്ഞ് ഒരു സമയം കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഇല്ലാത്തത് നമ്മിലേക്ക് വരുന്നു എന്നാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ നമ്മൾ ഒരു സ്ഥിരം ബിഹേവിയർ ആക്കുക അല്ലെങ്കിൽ ഹാബിറ്റ് ആക്കുക. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഈ നിമിഷത്തിലായിരിക്കണം നമ്മൾ, ഈ സെക്കൻഡിലായിരിക്കണം നമ്മൾ. സെക്കൻഡ് കഴിഞ്ഞ് മിനിറ്റ് കഴിഞ്ഞ് കുറച്ചുകൂടെ മിനിറ്റുകൾ, അതായത് ഈ നമ്മളെപ്പോഴും ഒന്നുകിൽ കഴിഞ്ഞതായിരിക്കും, എന്നോട് ഒരു അങ്ങനെ ചെയ്തല്ലോ, എന്നോട് ഒരു ഇങ്ങനെ ചെയ്തല്ലോ, എന്നാലും ഞാൻ അത്രയും ചെയ്തിട്ടും ഞാൻ ഇതൊക്കെ സഹിക്കേണ്ട എന്താ ആവശ്യമുള്ളത്. ഒന്നുകിൽ കംപ്ലീറ്റ് പാസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ ആൻസൈറ്റി ഫ്യൂച്ചർ. ഇനിയിപ്പോ ഞാൻ എങ്ങനെയാ അതിജീവിക്കുക, ഇനിയിപ്പോ ഞാൻ എങ്ങനെയാ ഇതാവാ, അത് ചെയ്യണം, അത് നേടണം, ഇത് നേടണം. ഇങ്ങനെ രണ്ടിന്റെയും ഒന്നുകിൽ അങ്ങോട്ടായിരിക്കും, ബാക്കോട്ടായിരിക്കും, അല്ലെങ്കിൽ മുന്നോട്ടായിരിക്കും. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞത് പ്രസന്റില് ഈ നിമിഷത്തില് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നിൽക്കാൻ കഴിയും. നിൽക്കുന്ന പ്രാക്ടീസിലൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നമ്മളെ അവയർനെസ് ശക്തമാക്കാൻ പറ്റും. ഓക്കെ, ഈ 5 ടിപ്പുകൾ നിങ്ങൾ ചെയ്യുക. ഇതാണ് അതിനുള്ള ടിപ്പുകൾ. ഇനി ഇതെല്ലാം കൂടെ, അതായത് ഇപ്പം ഒരു വീടുണ്ടാക്കണം, അപ്പം നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു സൗധം വീടുണ്ടാക്കണം. ഒരു വീടുണ്ടാക്കണമെങ്കിൽ ഒരു പടവുകാരൻ മാത്രം നമുക്ക് പോരാ. നമുക്ക് പടവ് ഉണ്ടാക്കുന്ന ആള് വേണം, ആദ്യം പ്ലാൻ ഡിസൈൻ ചെയ്യുന്ന ആള് വേണം, പടവ് വെക്കുന്ന ആള് വേണം, തറ കീറണം, പടവ് വെക്കണം, തേക്കണം, ഇലക്ട്രീഷ്യൻ വേണം, പ്ലംബർ വേണം, ഇന്റീരിയർ ചെയ്യുന്ന, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ വർക്കേഴ്സ് കൂടുമ്പോഴാണ് നമുക്ക് നമ്മളതായിട്ടുള്ള ഒരു വീടാവുന്നത്. ഇതേപോലെയാണ് അത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് നമ്മുടെ അവയർനെസ് നമുക്ക് ഡീപ്പ് ലെവലിൽ ക്ലിയർ ആക്കിയിട്ട് ശക്തമാക്കാൻ പറ്റുന്നത്. അപ്പം ഇതിനെല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരാൾ, നമ്മളിപ്പോ വീട് നോക്കാൻ കോൺട്രാക്ട് എടുത്തിട്ട് ഒരാളെ ഏൽപ്പിക്കുക എന്ന് പറയില്ലേ, അതേപോലെ നമുക്ക് ഒരാളെ അങ്ങോട്ട് ഏൽപ്പിക്കാം. കുറെ തെറാപ്പികളുടെ മിക്സഡ് ആണ് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക്, EFT എന്ന് പറയുന്നത്. ഒന്ന് CBT ആണ്, വേറൊന്ന് എക്സ്പ്ലോഷർ തെറാപ്പിയാണ്, വേറെ നെക്സ്റ്റ് അക്യുപ്രഷർ പോയിന്റിലെ ടാപ്പിംഗ് ആണ്. എന്ന് വെച്ചാൽ 2 തെറാപ്പി, മൈൻഡ് ബ്രെയിൻ റീവയറിംഗ് പ്ലസ് സെല്ലുലാർ ഹീലിംഗ് ആണ് EFTയുടെ. 3 തെറാപ്പിയുടെ കോമ്പിനേഷൻ ആണ് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് EFT എന്ന് പറയുന്നത്. ഇതിൽ എക്സ്പേർട്ട് ആണ് ഞാൻ, EFT പ്രാക്ടീഷണർ ആണ് ഞാനുള്ളത്. ഓക്കെ, അപ്പം ഇത്രയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളത്. ഇനി നിങ്ങൾക്ക് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യുന്നു. നിങ്ങൾക്ക് എന്തൊക്കെ ചോദിക്കാനുണ്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വെറുതെ ചോദിച്ചോ. എനിക്ക് ചോദിക്കാൻ അവസരം തന്ന മാമിന് തന്നെ ആദ്യം നന്ദി. താങ്ക് യു മാം. ഓക്കെ, ഞാനിപ്പോ TTP പഠിക്കാൻ വേണ്ടി മെന്ററിംഗ് പഠിക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ് മാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ എടുത്തു കഴിഞ്ഞു. പക്ഷെ എനിക്ക് ഇതാണ് എന്റെ എന്താ പറയാ പർപ്പസ്, അതെങ്ങനെയാ തിരിച്ചറിയാം? ഞാന് മുമ്പ് സ്റ്റിച്ചിങ് പഠിച്ചായിരുന്നു. ഞാൻ എന്റേത് അങ്ങനെയൊക്കെ ഞാൻ തന്നെയാ ചെയ്യാറ്. അതിൽ കുറച്ച് ബാഗ് ഐറ്റംസ് ഇങ്ങനെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ടൈമിന് ഞാൻ ചെടികളോട് ഭയങ്കര അട്രാക്റ്റഡ്, അതിന്റെ കയ്യില് പോട്ടുണ്ടാക്കുക, അങ്ങനെ ആ ഒരു കുറച്ച് ടൈമിൽ അതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എന്റെ മൈൻഡിൽ ഡ്രൈവിംഗ് പഠിക്കണം എന്നായി. അങ്ങനെ ഡ്രൈവിംഗ് പഠിച്ച്, പക്ഷെ വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല എനിക്ക്. അങ്ങനെ അതും വിട്ട് പിന്നെ ടീച്ചിങ് ഫീൽഡിൽ ഇറങ്ങി. ടീച്ചിങ് ഫീൽഡ് 8 months ആയിട്ടാകുമ്പോ കല്യാണം കഴിഞ്ഞ്. പിന്നെ അത് വിട്ട് ഇപ്പോ 14 വർഷത്തിന് ശേഷമാണ് ഞാൻ TTP പഠിക്കാൻ വേണ്ടി ഇറങ്ങിയത്. ഇതാണ് എന്റെ പർപ്പസ് എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ഇനി അല്ലെങ്കിൽ എന്റെ മൈൻഡ് വീണ്ടും ചേഞ്ച് ആവോ? അതെങ്ങനെയാ മനസ്സിലാവാ മാം? ഒന്ന്, ഇത്രയും കാര്യങ്ങൾ ചെയ്തതിൽ, അതായത് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് മാറുമ്പം ചുറ്റുപാടുകളിൽ നിന്നൊരു ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. എനിക്ക് ഒന്നിൽ സ്ഥിരമായിട്ട് നിന്നൂടെ എന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇല്ല മാം, എന്നോട് അങ്ങനെ ചോദിക്കാറില്ല. ഓക്കെ, പക്ഷെ ഫർജിക്ക് എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ ചെയ്തതുകൊണ്ട്? ഇല്ല, ഞാൻ ആ ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഞാൻ അതിൽ ഇറങ്ങിയിട്ട് ലൈഫ് കൂടെയാണ് ചെയ്തത്. ഓക്കെ,
സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ കറക്റ്റ് സ്ട്രെങ്ത് പേർപ്പസ് കണ്ടുപിടിക്കാൻ ഒറ്റയടിക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കും. അതായത് നമ്മൾ ഡെവലപ്പ് ആവുന്നതിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ റിപ്പീറ്റഡ്ലി എങ്ങനെയായിട്ടും ഡൈവേർട്ട് ചെയ്ത് വരുന്നത് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ്ലി ഒന്നിലേക്ക് തന്നെ ആയിരിക്കും. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ മാക്സിമം ഫോക്കസ് ചെയ്യുക. പിന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ഉണ്ട്. ആറ്റിറ്റ്യൂഡ് അല്ല, ആപ്റ്റിറ്റ്യൂഡ്. ആപ്റ്റ്, എനിക്കുള്ള കറക്റ്റ് ആപ്റ്റിറ്റ്യൂഡ്. ആ ടെസ്റ്റുകൾ എഴുതുമ്പോഴും നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മളെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ പെട്ടെന്ന് ക്ലിക്ക് ഓൺ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആ സ്പോട്ടിലാണ് നമുക്ക് ആ സ്പോട്ടിൽ എന്താണോ നമ്മുടെ തോട്ട് വരുന്നത് ആ ആൻസർ ആണ് എഴുതുക. ലാസ്റ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത 100-ലായിരിക്കും. 100 ഔട്ട് ഓഫ് കിട്ടുമ്പോൾ നമ്മൾ അതിനായിരിക്കും ആപ്റ്റ്. മേ ബി നമ്മൾ അതിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു 5 ഇയർ ആകുമ്പോൾ വീണ്ടും നമ്മളിൽ ഡെവലപ്മെന്റ് ഉണ്ടാവും, നമുക്ക് മാറാം. എന്നാലും ഒരു കോർ തോട്ട് നമ്മളിൽ ഉണ്ടാവും. അത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് നമ്മൾ മാത്രമാണ്. നമ്മൾ അതിൽ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. കോൺഷ്യസ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ബോധപൂർവം വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, താങ്ക് യു മാം. ഹാവ് എനി ക്വസ്റ്റ്യൻസ്? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാണ്ടോ? വിൻസെന്റ്, ഓക്കെ, എന്തെങ്കിലും ചോദിക്കാണ്ടോ ആർക്കെങ്കിലും? ഭയങ്കര ക്ലിയർ ആക്കിട്ട് പറഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ, ഓ, നമ്മള് ഈ മിറർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ പറയണോ നമ്മുടെ ഫെയിലിയർ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം എന്ന് പറയണോ അല്ലെ? അപ്പൊ നമ്മൾ അതിനെ നമ്മള് ഫെയിലിയർ ഒരു ചലഞ്ച് ആയിട്ട് നമ്മൾ എടുക്കാൻ പറ്റുമോ, അതോ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ അഡ്മിറ്റ് ചെയ്യാണോ വേണ്ടത്? ബിക്കോസ് നമ്മളുടെ EFT പഠിക്കുമ്പോൾ നമ്മൾ എല്ലാ സംഗതികളും ഫെയിലിയർ ആയാലും നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യണം എന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പൊ അതിനൊരു ചാലഞ്ച് മാം പറഞ്ഞോളൂ, അതിനൊരു ചാലഞ്ച് ആയിട്ട് നമ്മൾ എടുക്കണം ഫെയിലിയർ. നമ്മളത് എപ്പോഴും നമ്മൾ അങ്ങനെ ഫെയിലിയർ ആണെച്ചെങ്കിൽ നമ്മളത് ഞാൻ ഫെയിലിയർ ആയി അത് എപ്പോഴും അത് ജസ്റ്റിഫൈ ചെയ്യരുത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. നമ്മളെപ്പോഴും ജസ്റ്റിഫിക്കേഷനിൽ കൂടെ പോകരുത്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ജസ്റ്റിഫിക്കേഷൻ ആണ് ഈ മിറർ പ്രാക്ടീസ് കൂടെ നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ഇറ്റ്സ് ഓക്കെ എന്ന് നമ്മൾ പറയണോ, അതോ നമ്മുടെ ഫെയിലിയറിനെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാണ്ട് യു വിൽ ഹാവ് ടു ഗോ ഹെഡ് എന്നാണോ നമ്മൾ പറയേണ്ടത്? അത് എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയി. അത് നമ്മളുടെ മിറർ പ്രാക്ടീസിൽ, അതായത് മാം എന്റെ മിറർ പ്രാക്ടീസിൽ ആ സമയത്ത് നമ്മൾ നെഗറ്റീവ് പറയുന്നില്ല. നമ്മള് നെഗറ്റീവ് പറയുന്നത് നമ്മൾ കണ്ണടച്ചിരുന്ന മൈൻഡിന് കൊടുക്കുന്ന പ്രാക്ടീസിലാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. അതെ, കംപ്ലീറ്റ് നെഗറ്റീവിനെ കൊണ്ടുവന്ന് അക്സെപ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോസിറ്റീവിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നത്. CBT, എക്സ്പ്ലോഷർ, അക്യുപ്രഷർ മൂന്നും കൂടെ കമ്മ്യൂണിക്കേറ്റ്, അതായത് മൂന്നും ജോയിൻ ചെയ്തതാണ് EFT. അതിൽ മിറർ പ്രാക്ടീസ് വരുമ്പോൾ മിററിന്റെ മുമ്പിൽ ബോധപൂർവം പോസിറ്റീവ് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അല്ലാതെ നമ്മൾ സ്റ്റെപ്പിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നെഗറ്റീവിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ക്ലിയർ അല്ല, നമ്മള് ഇപ്പൊ റെഗുലർ നമ്മളിപ്പോ മാം പറഞ്ഞല്ലോ, നമ്മള് മിററിൽ നോക്കുമ്പോ നമ്മള് ഫെയിലിയർ വന്നു കഴിഞ്ഞാല് നമ്മള് അത് എന്താ പറയാ, അതൊരു ഫെയിലിയർ ആണ്, ഞാൻ ഫെയിലായി എനിക്ക് കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ പറയണോ, നോ ഐ വിൽ ഗോ ഹെഡ്, ഇതല്ല ഞാൻ എന്നുള്ളത് ഞാൻ എന്നെ ഒരു മുഖംമൂടി വെച്ചിട്ട് പറയണോ എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഒരു ക്ലാസ്സിൽ കൺഫ്യൂഷൻ വന്നത്. മിററിന്റെ മുമ്പിൽ വരുമ്പോ നമ്മൾ കറക്റ്റ് നമ്മുടെ ഇമോഷൻസ്, അതൊരു ഉപമയായിട്ട് പറഞ്ഞത്, അതായത് കറക്റ്റ് ഇമോഷൻസ് മുന്നിൽ വരും. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് നമ്മൾ ഹൈഡ് ചെയ്യുന്നത് പോലെ നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് വരുമ്പോ നമ്മളെ ഉള്ളിലുള്ളത് ഇത്രയും കാര്യങ്ങളാണ്, നെഗറ്റീവുകൾ ഉണ്ട് എന്ന് നമ്മളെ പറ്റിക്കാൻ പറ്റില്ല എന്ന കൺസെപ്റ്റ് ആണ് അവിടെ ഉദ്ദേശിച്ചത്. ഞാൻ വിചാരിച്ചു ഇതും പ്രാക്ടീസും എനിക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ ആയി. ഇപ്പൊ മാം പറയുമ്പോ പറയാൻ പാടില്ല, അതുകൊണ്ടാണ് കുറച്ച് ഡീപ്പായി ഞാൻ ചിന്തിച്ചു, അതുകൊണ്ടാണ്. ഇത് കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുന്ന അവയർനെസ് സെഷൻ മാത്രമാണ്. നമ്മുടെ പ്രാക്ടീസ് സെഷനിലേക്ക് വരുമ്പം EFT കോഴ്സിലേക്ക് വരുമ്പം ഡീപ്പ് ലെവലിൽ ഷാനി മാം പറഞ്ഞതുപോലെ ഇറങ്ങി ചെന്നിട്ട് നെല്ലും പതിരും തിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടൂൾ ടെക്നിക്കാണ് EFT എന്ന് പറയുന്നത്, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക്. 3 തെറാപ്പികൾ ജോയിൻ ചെയ്തതാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ?
ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ? ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്തിട്ട്. താങ്ക് യു മാം ഫോർ ദ വണ്ടർഫുൾ സെഷൻ. ഓക്കെ. കോഴ്സ് പഴയ ഫീ കാര്യങ്ങൾ വളരെ കുറെയൊക്കെ ഏ, പഴയ കാര്യങ്ങൾ കുറെയൊക്കെ ഒന്നും കൂടി ഒരു റിവിഷൻ പോലെ എല്ലാം കടന്നുപോയി. അത് വളരെ നന്നായി. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് നല്ല അവയർനെസ് ഉണ്ടായിട്ടുണ്ടാവും ഈ ക്ലാസ് കേട്ടപ്പോ. EFT നെ കുറിച്ച് കൂടുതൽ അറിയാനും അതിൽ ജോയിൻ ചെയ്യാനും കൂടുതൽ ആളുകൾ മുൻപോട്ട് വരുന്നു ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും. സലീം സാർ, കോഴ്സ് ഫീ വളരെ കൂടുതലാണ് എന്ന് പറയുന്നതിൽ വളരെ കൂടുതലാണ് എന്ന് തോന്നുന്നില്ല. കാരണം എന്താന്ന് വെച്ചാല് സലീം സാറിന് ഒരു വില നിശ്ചയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തരുന്ന വിലയാണോ സലീം സാറിന്? അല്ല. 2 കിഡ്നി ഉണ്ട്, കണ്ണുണ്ട്, ഒരുപാട് അവയവങ്ങളുണ്ട്. വാല്യുബിൾ ആണ് സലീം സാർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വാല്യൂ ആണ് നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടുന്നത്. അല്ലേ ഷാനിമ? യെസ്, നമ്മൾക്ക് നമ്മളെ കുറിച്ച് ഈ കോഴ്സിൽ ചേരുമ്പോൾ എനിക്കും ഒരു അവയർനെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിൽ വന്നതിന് ശേഷമാണ് എന്താണ് അവയർനെസ് എന്നും എന്താണ് മൈൻഡ്ഫുൾനെസ് എന്നും. ഞാൻ EFT വേറെയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയും ഞാൻ ഇത് തന്നെ പഠിച്ച് മാമിന്റെ കൂടെ ചേർന്നപ്പോൾ അതൊരു ഡബിൾ എഫക്റ്റ് എന്ന് പറയാം. അപ്പോഴാണ് കൂടുതൽ മൈൻഡ്ഫുൾനെസ്സും ഗ്രാറ്റിറ്റ്യൂഡും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനെ കുറിച്ച് വളരെ ഡെപ്തിൽ പോയത് അന്ന് മുതലാണ്. പിന്നെ ഞാൻ ഈ കോഴ്സ് ഇപ്പോൾ 1.5 വർഷം ചെയ്ത് കഴിഞ്ഞിട്ട് മാമിന്റെ കൂടെ കൂടിയിട്ട് അത്രയായിട്ടില്ല. എന്നാലും ഇപ്പോഴും ഞാൻ ജേണൽ എന്നും ചെയ്യുന്നുണ്ട്, മെഡിറ്റേഷൻ എന്നും ചെയ്യുന്നുണ്ട്, ഒരു 1 hour ലെസൺ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോ അതൊക്കെ ജീവിതത്തിൽ ഉണ്ടായ ഒരുപാട് മാറ്റങ്ങളാണ്. ഇപ്പോ എന്താ പറയാ, പണ്ടത്തെ പോലെ നമുക്ക് ഉറക്കമില്ലാത്ത രാത്രികളോ അല്ലെങ്കിൽ ടെൻഷൻസോ അതൊന്നും ഇല്ല. അതൊക്കെ സ്ട്രെസ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളത് നമുക്ക് നല്ലൊരു അവയർനെസ് ആണ് ഈ EFT ചെയ്തതിന് ശേഷം നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ പലർക്കും വല്ലാത്തൊരു ഉപകാരം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു. സലീം സാർ ലൈഫ് ലോങ് സപ്പോർട്ടാണ്, മെന്ററാണ് നമ്മുടെ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് അഷ്യൂർ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ 32 ആയി. വേറെ ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നു. വേറെ സെഷൻ ഉണ്ട്, ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. റെക്കോർഡ് അവൈലബിൾ ആണ്, ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.